നോക്കാൻ പോകുന്നത് 28/12/2024 മുതൽ 3/1/2025 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 25 ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ന്യൂസിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. ആദ്യത്തെ ന്യൂസ് എന്താ, PMKS ഫണ്ട്. ഓക്കെ, ഇനി എന്താണ് PMKS ഫണ്ട്, എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്താ നമുക്ക്, എന്താണ് PMKS, പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് received Rs 912 crore in 2022-23 as per the latest audit accounts. ഓക്കെ, അതായത് എന്താണ്, PMKSന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് എടുത്തിട്ടുണ്ട്, അതുവഴി ടോട്ടൽ ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു പ്രധാനപ്പെട്ട എന്താണ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ PMKS ഫണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അണ്ടർ രജിസ്ട്രേഷൻ ആക്ട് 1908. അതായത് 1908 നിയമപ്രകാരം എന്താണ് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് യൂസ് ഗവൺമെന്റ് ബഡ്ജറ്റ് അലോക്കേഷൻ. അതായത് എന്താണ് ബഡ്ജറ്റ് അലോക്കേഷൻസ് ഏതിൽ വരാറില്ല, PMKS ഫണ്ടിൽ എന്ത് ചെയ്യാറില്ല, വരാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു പ്രൊവൈഡ് റിലീഫ് ആൻഡ് അസിസ്റ്റൻസ് ഡ്യൂറിങ് എമർജൻസീസ് ഓർ കലാമിറ്റീസ്. അതായത് എന്താണ്, ഈ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ എന്താണ് ഫണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ഫണ്ടിന്റെ ലക്ഷ്യം. ഈ ഒരു ഫണ്ടിന്റെ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈം മിനിസ്റ്റർ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ഇതിന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ. ഇനി പ്രൈം മിനിസ്റ്ററെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുന്ന, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹോം മിനിസ്റ്റർ ഉണ്ട്, ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്. ഇങ്ങനെ 3 പേരെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. ഇനി ടാക്സ് ബെനിഫിറ്റ് എന്താ പറയുന്നത്, ഡൊണേഷൻസ് ആർ എലിജിബിൾ ഫോർ 100% ടാക്സ് എക്സംപ്ഷൻ അണ്ടർ 80G ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ 80G പ്രകാരം എന്താണ് 100% ടാക്സ് എക്സംപ്ഷൻസ് എന്ത് ചെയ്യും, കിട്ടും. അതുപോലെ തന്നെ ഇത് എന്തിന് ബാധകമല്ല, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം സ്ക്രൂട്ടണി ചെയ്യാൻ ഇത് ബാധകമല്ല എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ഇത് സവിത സ്കീം. ഓക്കെ, റീസെന്റ് പ്രൈം മിനിസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 50 lakh property cards under സംവിധ സ്കീം. ഓക്കെ, എന്താണ് ഈ സംവിധ സ്കീം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൂവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. സംവിധ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് സംവിധ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇത് ഏത് മിനിസ്റ്റർ അണ്ടറിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എസ്റ്റാബ്ലിഷ് ക്ലിയർ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇൻ റൂറൽ ഇൻഹാബിറ്റഡ് ഏരിയാസ്. അതുപോലെ തന്നെ എന്താണ് ഇഷ്യൂസ് ലീഗൽ ഓണർഷിപ്പ് കാർഡ്സ്, പ്രോപ്പർട്ടി കാർഡ്സ്, ടൈറ്റിൽ ഡീഡ്സ് ടു പ്രോപ്പർട്ടി ഓണേഴ്സ്. അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് എ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ത്രൂ ദ ലേറ്റസ്റ്റ് സർവേയിങ് ഡ്രോൺ ടെക്നോളജി. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, മോണിറ്റൈസേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇനേബിളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ത്രൂ ബാങ്ക് ലോൺസ്, റെഡ്യൂസിങ് പ്രോപ്പർട്ടി റിലേറ്റഡ് ഡിസ്പ്യൂട്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവായി പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ഇ-വേ ബിൽ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം, എന്താ, റീസെന്റ് ഫ്രൈറ്റ് ഓപ്പറേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഹാസ് ബീൻ ഇന്റഗ്രേറ്റഡ് വിത്ത് ഇ-വേ ബിൽ സിസ്റ്റം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, GST നിലവിൽ ഏതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇ-വേ ബില്ല് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്,
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരമൊരു ന്യൂസ് എന്താണ് നിലവിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇ-വേ ബിൽ എന്ന് പറയുന്നത്? എന്താ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് റിക്വയർഡ് ടു ബി ക്യാരിഡ് ബൈ എ പേഴ്സൺ ചാർജ് ഓഫ് കൺവീനിയൻസ് ക്യാരിയിങ് ഗുഡ്സ് വാല്യൂ എക്സീഡിങ് 15,000 എന്നതാണ്. ഓക്കെ, അതായത് എന്താണ് പറയുന്നത്, 15,000 മുകളിലാണ് ഗുഡ്സിന്റെ വാല്യൂ എങ്കിൽ, അതായത് ഒരു വാഹനം വഴി കൊണ്ടുപോകുന്ന ഗുഡ്സിന്റെ വാല്യൂ എങ്കിൽ ആ പേഴ്സൺ കരുതേണ്ടതാണ് ഏത് എന്ന് വിളിക്കുന്നത്, ഈ പറയുന്ന ഇ-വേ ബിൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. മാൻഡേറ്റ് ബൈ സെക്ഷൻ 68 ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, GST എന്താണ് സെക്ഷൻ 68ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. It is generated from the GST common portal by registered persons or transporters before commencement of movement goods. അതായത് ഗുഡ്സിന്റെ മൂവ്മെന്റ്സ് ആരംഭിക്കുന്നതുകൊണ്ട് മുമ്പ് എന്ത് ചെയ്യണം, GSTയുടെ കോമൺ പോർട്ടലിൽ നിന്ന്. ഓക്കെ, നമുക്കറിയാം GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്താണ് ഒരു കോമൺ പോർട്ടൽ ഉണ്ട്. ആ കോമൺ പോർട്ടലിൽ നിന്ന് രജിസ്ട്രേഡ് പേഴ്സണോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് എന്ത് ചെയ്യണം, ഇത് കയ്യിൽ വെച്ചിരിക്കണം എന്നാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ PPI. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സംവിധാനമാണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണ്, the RBI has allowed prepaid payment infrastructure PPI holders to make and receive unified payments interface UPI payments through third party mobile application. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ഈ PPI എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? PPIs are instruments that facilitate the purchase of goods and services, conduct of financial services, enable remittance facilities, etc. against the value stored therein. ലൈക്ക് മൊബൈൽ വാൾസ് ആവാം, അല്ലെങ്കിൽ ഡിജിറ്റൽ വാൾസ് ആവാം, ഗിഫ്റ്റുകൾ ആവാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, PPI എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഈ PPI വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇനി ബാങ്കിന് വേണമെന്നില്ല, നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഈ PPI എന്നാണ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സ്മോൾ PPI എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ഫോർ ഒബ്റ്റൈനിങ് മിനിമം ഡീറ്റെയിൽസ് ഓഫ് ദ PPI ഹോൾഡർ ആൻഡ് ഫുൾ KYC PPIs. ഇങ്ങനെ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ PPI എന്താണ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ആസ്പെക്ടേഴ്സ്. എന്താണ് പറയുന്നത്, US Flood and Drug Administration purposes new testing rules to ensure cosmetics are asbestos free. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതെന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആസ്ബെറ്റോസിനെ കുറിച്ച് നോക്കാം. എന്താണ് ഈ ആസ്ബെറ്റോസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആസ്ബെറ്റോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കേറിംഗ് മിനറൽ ഫൈബേഴ്സ് ആണ്. ഇതിന്റെ കീ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെസിസ്റ്റന്റ് ടു ഹീറ്റ് ആൻഡ് കൊറീഷൻ ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ എന്താണ്, യൂസ്ഡ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണ്. ആൻഡ് ഹെൽത്ത് കൺസേൺ എന്താണ്, എക്സ്പ്ലോർ ടു asbestos causes cancer of lung, larynx and ovaries and histolema, a cancer and pleural and pitoneal lining എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് M-SAND അഥവാ മാനുഫാക്ചേർഡ് സാൻഡ്. എന്താണ്, റീസെന്റ് the Rajasthan government introduced the M-SAND 2024 policy for sustainable construction and infrastructure. അതായത് എന്താണ്, സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷന് വേണ്ടിയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രാജസ്ഥാൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, M-SAND പോളിസി 2024 എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക,
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി എംസാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്രഷിംഗ് റോക്സ് ഓഫ് ക്വാറി സ്റ്റോൺ സെർവിങ് ആസ് എ സസ്റ്റൈനബിൾ ഫോർ റിവർ സാൻഡ് ഇൻ കോൺസെൻട്രേറ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ്? ബെറ്റർ വർക്കബിലിറ്റി. എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓർഗാനിക് ആൻഡ് സോല്യൂബിൾ കോമ്പോണന്റ് ദാറ്റ് അഫക്ട് ദ സെറ്റിംഗ് ടൈം ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിമെന്റ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഹയർ സ്ട്രെങ്ത് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് സച്ച് ആസ് ക്ലേ, ഡസ്റ്റ് ആൻഡ് സ്ലിറ്റ് കോട്ടിംഗ് ആണ്. ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആണ്. എന്താണ്? പ്രിവെന്റ്സ് ഡർജനിങ് ഓഫ് റിവർ ബെഡ്സ് ലീഡിംഗ് ടു എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ലൈക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, വാട്ടർ സ്ക്രീനിറ്റി എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്, എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്? എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് the strong western disturbances brought snow to parts of Himachal Pradesh, Uttarakhand, causing changes in weather. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ ടോപ്പിക്കൽ സ്റ്റോംസ് ആണ്, ലോ പ്രഷർ സിസ്റ്റംസ് ആണ്, ഒറിജിനേറ്റിംഗ് ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ ദാറ്റ് ബ്രിങ് വിന്റർ റെയിൻ ടു നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പറഞ്ഞത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെഡിറ്ററേനിയൻ റീജിയൻ എന്നാണ് അല്ലേ. അതായത് മെഡിറ്ററേനിയൻ സീ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റല്ലേ. അതുവഴി ഇത് ആദ്യം എങ്ങോട്ട് എത്തുന്നുണ്ട്? ഇറാൻ, പിന്നെ എന്താണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ഉത്തരാഖണ്ഡ് വരെ എത്തി. ഇങ്ങനെയാണ് നമുക്ക് ഏതിന്റെ മൂവ്മെന്റ് കാണാൻ പറ്റുക? ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പ്രധാനമായിട്ടും ഇന്ത്യയുടെ എന്താണ്? നോർത്ത് റീജിയൻ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഏത് റീജിയനാണ് ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റീജിയനാണ്? ഇന്ത്യയുടെ നോർത്ത് റീജിയനാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബാധിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി മൂവ്മെന്റ് എന്താണ്? ഈസ്റ്റ് വേർഡ് ക്യാരിഡ് ബൈ വെസ്റ്റർലി വിൻഡ്സ്, സബ് ട്രോപ്പിക്കൽ ജസ്റ്റ് ആണ്. മൂവ്മെന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? ഇവിടെ ഈസ്റ്റ് വേർഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഉദാഹരണമായിട്ട് ദിശകൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഏറ്റവും മുകളിൽ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ എന്താണ്? നോർത്ത്, സൗത്ത്, അതുപോലെ തന്നെ ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ കാണാൻ പറ്റുക എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് വെതർ ഇമ്പാക്ട് എന്താണ്? റെയിൻ, സ്നോ, ഹെയിൽ സ്ട്രോംസ് ഇൻ ദ നോർത്തേൺ ആൻഡ് നോർത്തേൺ വേൾഡ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇനി സിഗ്നിഫിക്കൻസ് എന്താണ് ഇതിന്റെ? ക്രൂഷ്യൽ ഫോർ റാബി ക്രോപ്സ്. റാബി ക്രോപ്സിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആണ്. ലൈക്ക് വീറ്റ്, മസ്റ്റാർഡ്. എന്താണ്? റീപ്ലൻഷിംഗ് ദ ഗ്ലേഷ്യേഴ്സ് ഇൻ ദ ഹിമാലയൻ റീജിയൻ എന്നൊക്കെ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? ഒരു രാജ്യമാണ് ന്യൂസിൽ വന്നിരിക്കുന്നതാണ് സൊമാലിയ. ഓക്കെ, അതിന്റെ ക്യാപിറ്റലിനെ കുറിച്ച് ഏതാണ്? മൊഗഡിഷു ആണ്. ഇനി എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ? ദ UN സെക്യൂരിറ്റി കൗൺസിൽ ഓതറൈസസ് എ ന്യൂ സൊമാലിയ പീസ് കീപ്പിംഗ് മിഷൻ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാ നമുക്കിതാ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? സൊമാലിയ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ഇനി അതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ലൊക്കേറ്റഡ് ഓൺ ദ ഹോൺ ഓഫ് ആഫ്രിക്ക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഈസ്റ്റ് മോസ്റ്റ് കൺട്രി ഇൻ ദ കോണ്ടിനെന്റൽ ആഫ്രിക്ക അല്ലെ. ഈസ്റ്റ് മോസ്റ്റ് കൺട്രി ആണ് നമ്മളിപ്പോ പറഞ്ഞോളൂ. നമ്മൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതാ ഇവിടെ ഇന്ത്യയാണ് കാണുന്നത് അല്ലെ. ഓക്കെ, മാപ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മൾ പറഞ്ഞു നോർത്ത് ആൻഡ് സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ രാജ്യം എടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഈസ്റ്റ് മോസ്റ്റ് കൺട്രിയാണ്. ഇനി ബോർഡറിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഏതാണ്? ആദ്യം നോർത്ത് വെസ്റ്റ് അല്ലെ. നോർത്ത് വെസ്റ്റിൽ ഏതാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക? ഓക്കെ, ഡിജിബൂട്ടിയാണ് എന്താണ് നോർത്ത് വെസ്റ്റിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ വെസ്റ്റിലാണെങ്കിൽ ഏതാണ്? എത്തോപ്യാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് സൗത്ത് വെസ്റ്റിൽ ഏതാണ്? കെനിയയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ബോർഡറിംഗ് വാട്ടർ ബോഡീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗൾഫ് ഓഫ് ആദൻ ആൻഡ് ഇന്ത്യൻ ഓഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മാപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്
സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു മാപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അറ്റ്ലസിന്റെ സഹായത്തോടു കൂടി വേണം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കാൻ. ഇനി ഇതിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പീക്ക് എന്താണ്, മൗണ്ട് ഷിംപ്രിനസ് ആണ്. ഇനി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, മൗണ്ട് സുരൂക്കാഡ് എന്നുള്ള പേരിലാണ്. മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്, ജുബ്ബ, സബേലി ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ് പാരൽ ടു ഗൾഫ് ഓഫ് ആദൻ നോൺ ആസ് ഗുബാൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് ഒന്നാണ് ഇത് PM അഭീം. എന്താണ്, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ, ഡൽഹി ഹൈക്കോർട്ട് ഹാസ് ordered the signing of an MOU between the Union Ministry of Health and Family Welfare and the Delhi government for implementing PM Ayushman Bharat Health Infrastructure Mission. PM അഭീം അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്, 2021-22 ബഡ്ജറ്റിലാണ് അനൗൺസ് ചെയ്യുന്നത്. ഏകദേശം ഇതിന്റെ ടോട്ടൽ ഫൈനാൻഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് എന്താണ്, 64,180 കോടിയാണ്. ഏകദേശം 2025-26 കാലഘട്ടങ്ങൾക്ക് വരെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് പൂർണ്ണമായും എന്താണ്, ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് വിത്ത് സെൻട്രൽ സെക്ടർ കോമ്പോണൻസ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, with critical gaps in health infrastructure, surveillance and health research spanning both urban and rural areas എന്നുള്ളതാണ്. കീ കോമ്പോണൻസ് എന്താണ്, റൂറൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ആണ്, ആൻഡ് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബ്, ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്സ് എന്നൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് എക്സൈസ് സൂര്യകിരൺ. എന്താണ് എക്സൈസ് സൂര്യകിരൺ എന്നാണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ, ഇന്ത്യൻ ആർമി contingent left for Nepal to take part in the 8th Battalion level joint military exercise സൂര്യകിരൺ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ്, ഇറ്റ് ഈസ് ആൻ ആനുവൽ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നടത്തുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 രാജ്യങ്ങൾ തമ്മിലാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. ആൾട്ടർനേറ്റീവ്ലി 2 കൺട്രീസ് തമ്മിലാണ്. ആരൊക്കെയാണ്, ഇന്ത്യയും അതുപോലെ തന്നെ എന്താണ്, നേപ്പാളും തമ്മിലാണ് ഇത് പരസ്പരം കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ടു എൻഹാൻസ് ഇന്റർപ്രോബബിലിറ്റി ഇൻ ജംഗിൾ വാർഫെയർ, counter terrorism operations in mountain and humanitarian assistance and disaster relief under the United Nations character. അതൊക്കെയാണ് ഇതിന്റെ എന്ത് എന്ന് വിളിക്കുന്നത്, ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഹൈലൈറ്റ്സ് ദ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ, ഫോസ്റ്ററിംഗ് പ്രൊഫഷണൽ എൻഗേജ്മെന്റ് ആൻഡ് സ്ട്രെങ്തനിങ് ഡിഫൻസ് കോർപ്പറേഷൻ എന്നുള്ളതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, ഇന്ത്യ ഓസ്ട്രേലിയ ECTA. എന്താണ് പറയുന്നത്, ഇന്ത്യ ഓസ്ട്രേലിയ എക്കോണമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് ആണ് ECTA എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർക്ക് 2 ഇയർ റിമാർക്കബിൾ സക്സസ്. ഓക്കെ, 2 വർഷമായിട്ടുള്ള സക്സസ്ഫുള്ളി എന്ത് ചെയ്യാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ECTA-യുമായി ബന്ധപ്പെട്ട്, അതായത് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ കീ ഡെവലപ്മെന്റ് ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബൈലാറ്ററൽ മർച്ചൻഡൈസ് ട്രേഡ് സർജ് ഫ്രം $12.12 billion 2020-21 to $26 billion 2022-23 ആണ്, and trade moderated to $24 billion in 2023-24 with India's exporting growing 40% to Australia എന്നുള്ള ഇതിന്റെ ഭാഗമാണ്.
ഇനി എന്താ പറയുന്നത്? ഇന്ത്യ ഓസ്ട്രേലിയ ECTA entered into force 2022 2022 എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക 96% of import from India are now tariff free and set to reach 100% by January 1, 2026. 2026 ജനുവരി 1 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുക? ഇത് പൂർണ്ണമായിട്ടും സൗജന്യമാക്കുക എന്നാണ് ലക്ഷ്യം. Over 85% of Australian goods export to India are tariff free, increasing 90% by 2026. Building upon this success, the India-Australia Comprehensive Economic Cooperation Agreement is now in progress. This is important. Okay. Next one is Kamarjar Port. News the Kamarjar Port records 154% surge in the cargo handling capacity. Okay. നമുക്ക് ഈ പോർട്ടിനെ കുറിച്ച് എന്ത് ചെയ്യാം നോക്കാം. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ ദ കോറമൻഡൽ കോസ്റ്റ് 24 കിലോമീറ്റർ നോർത്ത് ഓഫ് ചെന്നൈ പോർട്ട്. ചെന്നൈ ഓക്കെ. ചെന്നൈ പോർട്ടിന്റെ എന്താണ് 24 കിലോമീറ്റർ നോർത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിന്റെ മേജർ പോർട്ട് സ്റ്റാറ്റസ് എന്താണ്? ഇറ്റ് ഈസ് ദ 12th major port of India. ഇന്ത്യയുടെ 12ാമത്തെ മേജർ പോർട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് പോർട്ട് ഓഫ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് എ പബ്ലിക് കമ്പനി എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് ദ ഓൺലി കോർപ്പറേറ്റൈസ്ഡ് മേജർ പോർട്ട് ആൻഡ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് എ കമ്പനി എന്നുള്ളതാണ്. ആൻഡ് പറയുന്നത് എന്താണ്? ഇൻകോർപ്പറേറ്റഡ് എന്നോർ പോർട്ട് ലിമിറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 in 1999 ആണ്. ആൻഡ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ ലാൻഡ് ലോഡ് പോർട്ട് മോഡൽ ക്യാരക്ടറൈസ്ഡ് ബൈ public-private partnership approach and declared a major port under the Indian Port Act 1908 in March 1999 എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി അതർ പോർട്ടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ചെന്നൈ പോർട്ടാണ്. എന്താണ്? ഫോർമലി മദ്രാസ് പോർട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ ആൻഡ് ദ ലാർജസ്റ്റ് പോർട്ട് ഇൻ ബേ ഓഫ് ബംഗാൾ എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് കട്ടുവാപ്പള്ളി പോർട്ടാണ്. ഇതെന്താണ്? ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ്. ഓക്കെ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് DGTR has recommended imposition of anti-dumping duty on import of polyvinyl chloride PVC paste rings from the China and 5 other countries. ഓക്കെ. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി ഈ GDTR എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് ആന്റി ഡംപിംഗ് ആൻഡ് അലൈഡ് ഡ്യൂട്ടീസ് DGAD എന്നുള്ള പേരിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നെയ്മഡ് ഇൻ 2018 ഇന്റഗ്രേറ്റഡ് സിംഗിൾ വിൻഡോ ഏജൻസി ഫോർ പ്രൊവൈഡിംഗ് കോംപ്രഹെൻസീവ് ആൻഡ് സ്വിഫ്റ്റ് ട്രേഡ് ഡിഫൻസ് മെക്കാനിസം ഇൻ ഇന്ത്യ. അതിന്റെ പേരിലാണ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ പേര് മാറ്റുന്നത്. ഇനി എന്താണ് ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നോട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇസ് എ ടാക്സ് മെഷർ ടു റെക്ടിഫൈ ദ സിറ്റുവേഷൻ അറൈസിംഗ് ഔട്ട് ഓഫ് ഡംപിംഗ് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് അറ്റ് പ്രൈസ് ലോവർ ദാൻ ഇറ്റ്സ് നോർമൽ വാല്യൂ എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ട്രേഡ് ഡിസോർട്ടീവ് എഫക്ട്. ഇനി ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ആർ ഇനേബിൾഡ് ബൈ ആർട്ടിക്കിൾ 6 ഓഫ് ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ട്രേഡിംഗ് 1994 എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് സൗത്ത് കൊറിയ. ഇതിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? സിയോൾ ആണ്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? എ ജഗു എയർപ്ലെയിൻ ഫ്ലൈയിങ് ഫ്രം ബാങ്കോക്ക് ടു സൗത്ത് കൊറിയ വിത്തിൻ 181 people on board crashed on land, killing 179 people ആണ്. ഇനി പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ എവിടെയാണ്? സൗത്ത് കൊറിയ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ ആണ്. ഇത് നമുക്ക് കാണാൻ പറ്റുക occupying southern half of the Korean peninsula എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. ഇനി ബൗണ്ടറീസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഷെയർസ് ഹെവിലി ഫ്രണ്ടിയർ ലാൻഡ് ബോർഡർ വിത്ത് നോർത്ത് കൊറിയ. നോർത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോർത്ത് കൊറിയയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിവൈഡഡ് അലോങ് ദ 38 പാരലൽ ഡിമിലിറ്റേഴ്സ് സോൺ ആൻഡ് സറൗണ്ടഡ് ബൈ സീസ് ഓൺ ദ ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ബാക്കി 3 സൈഡ് എന്താണ്? കടലുകളാണ് അല്ലേ? നമുക്കറിയാം. ഇതിന്റെ വെസ്റ്റ് സൈഡ് നോക്കിയതാണ് യെല്ലോ സീ ഉണ്ട്. ആൻഡ് ഈസ്റ്റ് സൈഡ് നോക്കിയാൽ ഈസ്റ്റ് സീ ഓഫ് ജപ്പാൻ ആണ്. ആൻഡ് സൗത്ത് സൈഡ് ഏതാണ്? ഈസ്റ്റ് ചൈന സീ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി
അതാണ് പറയുന്നത് ബോർഡേഡ് ബൈ LOC, സീ ഓഫ് ജപ്പാൻ. ഓക്കെ, ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? മൗണ്ടെയിൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡൊമിനേറ്റഡ് ബൈ ടീബാക്ക് മൗണ്ടെയിൻ റേഞ്ച് അലോങ് ദ ഈസ്റ്റേൺ കോസ്റ്റ് ആണ്. ആൻഡ് പ്ലെയിൻസ് ഏതാണ്? വെസ്റ്റേൺ ആൻഡ് സദേൺ റീജിയൻസ് ഹാവ് ഫെർട്ടൈൽ പ്ലാന്റ്സ് ആണ്. ഐലാൻഡ് ഏതൊക്കെയാണ്? ജഗു ഐലാൻഡ് ഈസ് ദ ലാർജസ്റ്റ്, ലൊക്കേറ്റഡ് ഇൻ കൊറിയ സ്ട്രൈറ്റ് ആണ്. റിവേഴ്സ് ഏതൊക്കെയാണ്? ഹാൻ റിവർ, നെക്ഡോങ് റിവർ ആൻഡ് പ്രൊമിനന്റ് ആണ് എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ന്യൂസ് വരാനുള്ള കാരണം എന്താ? The 17th Lok Sabha spent only 9.08 hours on private members bill. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഈസ് എ ലെജിസ്ലേറ്റീവ് പ്രൊപ്പോസൽ ഇനിഷ്യേറ്റഡ് ബൈ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് പാർലമെന്റ് ഹൂ ഈസ് നോട്ട് എ മിനിസ്റ്റർ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് ബില്ലുകളാണ് കാണാൻ പറ്റുക. ഒന്ന് എന്ന് വിളിക്കുന്നത് പബ്ലിക് ബിൽ. ഓക്കെ, എന്താണ് ഈ പബ്ലിക് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പബ്ലിക് ബിൽ. മറ്റൊന്നാണ് ഇത് പ്രൈവറ്റ് ബിൽ. എന്താണ് പ്രൈവറ്റ് ബിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പേഴ്സൺ, ദാറ്റ് മീൻസ് MP or MLA, presenting the bill, but he or she is not a minister. അതായത് എന്താണ്? മിനിസ്റ്റർ അല്ലാത്ത ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പ്രൈവറ്റ് ബിൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി അലോട്ട്മെന്റ് ടൈം എന്താണ്? ലാസ്റ്റ് 2.5 hours of sitting on Friday in Lok Sabha is allotted for private members bill. In Rajya Sabha, last 2.5 hours of sitting alternatively Friday is allotted. ഇനി period of notice introduce the bill is 1 month. ഒരു മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. Till date, only 40 private members bill have been passed and received assent. നിലവിൽ ഇന്നേ വരെ 14 പ്രൈവറ്റ് ബില്ലുകൾ മാത്രമേ പാർലമെന്റിൽ പാസ്സായിട്ടുള്ളൂ. 1970 ശേഷം ഒരു പ്രൈവറ്റ് ബില്ലുകളും അവിടെ പാസ്സായിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ അല്ലാത്ത ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പ്രൈവറ്റ് ബിൽ എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് സൂയിസ് കനാൽ. എന്താണ് സൂയിസ് കനാൽ? എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ? റീസെന്റ് ഈജിപ്ത് കംപ്ലീറ്റഡ് എ ട്രയൽ റൺ ഓഫ് ന്യൂ സൂയിസ് കനാൽ ചാനൽ. Extends the channel's two-way section now extend from 70 km to 82 km with a total length of 192 km. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1869 എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഈജിപ്തിലെ തന്നെ ഒരു മാൻമെയ്ഡ് വാട്ടർവേ ആണ് ക്രോസിംഗ് ഇസ്തമസ് ഓഫ് സൂയിസ് ആണ്. കണക്ട് എന്താണ്? മെഡിറ്ററേനിയൻ സീ ടു ദ ഇന്ത്യൻ ഓഷ്യൻ വിയ റെഡ് സീ. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ്? ഹാൻഡിൽ അബൌട്ട് 12% of the global trade and it is accessed by vessels traveling from Asia via 30 km wide Bab el Manib Strait എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? ടീസ്റ്റാ റിവർ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ? The West Bengal has decided to supply water to farmland through pipelines from Teesta River. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് an about 400 km long right bank tributary of Brahmaputra river following through India and Bangladesh ആണ്. ഓറിജിൻ എന്താണ്? It originates the Chombo Chu from the glacial lake Kanchenjunga in Sikkim ആണ്.
and Teesta River is lifeline of people of Sikkim and Northwest Bengal ആണ്. ഇതിന്റെ മേജർ ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ലങ്ചാങ്ചു, ചിയാങ്ചു, സെമുചു ആൻഡ് റാങ്കിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഡയറക്റ്റ് ടാക്സ് വിവിഡ് സി വിശ്വാസ് സ്കീമാണ് 2024. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDT on Monday announced an extension of the headline for taxpayers participating in the Vivid C Vishwas scheme എന്നുള്ളതാണ്. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ in her budget 2024 speech, Union Finance Minister announced the scheme to help taxpayers resolve dispute with the Income Tax Department. It enables taxpayers to settle their outstanding tax liabilities by paying the disputed amount along with the specific percentage എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. H1B visas എന്താണ്? The H1B visas were news recently as Indians continue to dominate the list of recipients with more than 70% of the total approvals. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും അതിന്റെ പർപ്പസ് ആയിട്ട് എന്താണ് പറയുന്നത്? Initiated in 1990, fill skill gaps in US by allowing employees to hire immigrant workers, specialized occupation requiring high level skill. Duration എന്താണ്? Valid up to 6 years ആണ്. After this period, the visa holder must either leave US for at least 12 months or apply the permanent residency എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? അസർബൈജാൻ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ബക്കു. എന്താണ് ന്യൂസ്? The Russian president apologized to Azerbaijani president following the crash of Azerbaijani airline in Kazakhstan that killed 38 people. ഇനി ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് ലാൻഡ് ബൗണ്ടറി അസർബൈജാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നോർത്ത് സൈഡിൽ ആരാണ് വരുന്നത്? റഷ്യയാണ്. ആൻഡ് വെസ്റ്റ് സൈഡിൽ ആരാണ്? അർമേനിയ. ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ആരാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക? ജോർജിയാണ് എന്ത് ചെയ്യുന്നത്? നോർത്ത് ഈസ്റ്റിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ, നോർത്ത് ഈസ്റ്റ് അല്ല, നോർത്ത് ഈസ്റ്റിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി മറൈൻ ബൗണ്ടറി എന്താണ്? കാസ്പിയൻ സീ ഈസ്റ്റ് ആണ് എന്ത്? ഇതിന്റെ മറൈൻ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് വിത്ത് അർമേനിയ ഓവർ നോഗ്രക്കോ ഖർബൻ റീജിയൻ ആണ്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? ക്ലൈമറ്റ് എന്താണ്? ഹൈലി വൈഡ് ആണ്. 9 of world 11 climate zones exist in the country. ഹയസ്റ്റ് പീക്ക് ഏതാണ്? ബസർദ്യൂ ആണ്. പാർട്ട് ഓഫ് ഗ്രേറ്റർ കോസസ് റേഞ്ച് ആണ്. മേജർ റിവർ ഏതാണ്? കുർ റിവർ ആൻഡ് അറസ് റിവർ ആണ്. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ലെഡ്, സിങ്ക് ഒക്കെയാണ് ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA. ഇനി എന്താണ് പറയുന്നത്? ആസ് പെർ RBI ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് December 2024, gross NPA ratio of India's bank will fall to 12-year low of 2.6%. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ ക്ലാസിഫിക്കേഷൻ ഫോർ ലോൺസ് ഓർ അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് ഡാറ്റ ഡെൽറ്റ് ഓർ അറേസ് ആണ്. അതുപോലെ എന്താണ്? എ ലോൺ ഈസ് ആൻ arrears when principal or interest payment are late or missed and become an NPA when interest and installment of principal overdue more than 90 days. അതായത് എന്താണ്? 90 ദിവസത്തിന് മുകളിൽ. ഓക്കെ, എന്താണ്? 90 ദിവസത്തിന് മുകളിൽ എന്താണ്? നമ്മൾ കൊടുത്ത മുതലിന്റെ പലിശ തിരിച്ചടയ്ക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ ബാങ്ക് വിളിക്കുന്ന പേരാണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ്. അതുപോലെ തന്നെ GPNR എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ലോൺ അസറ്റ് ആർ ക്ലാസിഫൈഡ് ആസ് NPA. അതിനെ വിളിക്കുന്നതാണ് ഇത് GNPA അഥവാ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ഇത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ NMCG. എന്താ പറയുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് NMCG ഹാസ് അണ്ടർടേക്കൺ ഇനിഷ്യേറ്റീവ് ലൈക്ക് ചന്ദുലി സുവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഫോർ റിജുവിനേഷൻ ആൻഡ് ക്ലീൻനെസ് ഓഫ് ഗംഗ റിവർ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? 2011 എന്താണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്.
ഇത് മിനിസ്ട്രി ഓഫ് ജൽശക്തി അണ്ടറിലാണ് വരുന്നത് ആൻഡ് ആക്ടഡ് ആസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആം ഓഫ് നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി ആണ്. അതുപോലെ തന്നെ എന്താണ് NGRBA വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ EPA 1986 ആൻഡ് റീപ്ലേസ്ഡ് ബൈ നാഷണൽ ഗംഗ കൗൺസിൽ ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ 2016 ആണ്. അതുപോലെ പറയുന്നതാണ് aims to ensure effective abatement of pollution, conservation and rejuvenation of river Ganga by adopting river basin approach ആണ്. അതുപോലെ പറയുന്നതാണ് consists two-tier management structure and comprises governing council and executive committee, both headed by Director General NMCG എന്നുള്ള ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇതിന് പറയാം. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? NIA achieves 100% conviction rate in 2025 by successfully solving major terrorism and criminal cases. And Central Counter Terrorism Law Enforcement Agency ആണ് NIA Act 2008 പ്രകാരമാണ് ഇത് വരുന്നത്. ആൻഡ് നമുക്കറിയാം 2008 ഉണ്ടായ എന്താണ് മുംബൈ അറ്റാക്കിനെ തുടർന്നാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ന്യൂഡൽഹിയിലാണ് കാണപ്പെടുന്നത്. ആൻഡ് 2 zonal officers ഗുവാഹത്തി ആൻഡ് ജമ്മു. മാൻഡേറ്റ് എന്താണ്? ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് അഫക്റ്റിംഗ് സോവറിനിറ്റി, സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, സ്പെസിഫൈഡ് ടു NIA Act 2008 ആണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താ ബനാന കൾട്ടിവേഷൻ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താ അക്കോർഡിംഗ് ടു അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, India has achieved 10-fold increase in banana export over the past decade and aims to reach 1 billion in the next 5 years. ഇനി ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ട്രോപ്പിക്കൽ ക്രോപ്സ് ഗ്രോപ്സ് വെൽ ആസ് ടെമ്പറേച്ചർ റേഞ്ച് 15 degrees Celsius to 35 degrees Celsius with relative humidity of 75 to 85 ആണ്. ആൻഡ് സോയിൽ എന്താണ്? ഡീപ് റിച്ച് ലോമലി സോയിൽ വിത്ത് pH between 6.5 to 7.5 ആണ്. ഷുഡ് ഹാവ് ദ ഗുഡ് ഡ്രൈനേജ്, ആഡിക്വേറ്റ് ഫെർട്ടിലിറ്റി ആൻഡ് മോയ്സ്ചർ ആണ്. ഷുഡ് നെയ്തർ ബി ടു ബി അസിഡിക് ആൽക്കൈൻ ആണ്. മേജർ വെറൈറ്റീസ് എന്താണ്? ഡ്രാഫ്റ്റ് കാവൻഡിഷ്, റോബസ്റ്റ, മോൺതാൻ, പൂവൻ, ഡെൻഡ്രാൻ ആണ്. മേജർ പ്രൊഡ്യൂസേഴ്സ് ഒക്കെയാണ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ലാസ്റ്റ് ന്യൂസ് എന്താണ്? ട്രിനിഡാഡ് ആൻഡ് ടോങ്കോ ക്യാപിറ്റൽ എവിടെയാണ്? പോർട്ട് ഓഫ് സ്പെയിൻ ആണ്. ന്യൂസ് എന്താണ്? റീസെന്റ് ട്രിനിഡാഡ് ആൻഡ് ടോങ്കോ ഡിക്ലെയർ ആസ് ദ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡ്യൂ ടു വയലൻസ് ആണ്. ഇനി ലൊക്കേഷൻ എവിടെയാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക? ഐലാൻഡ് കൺട്രി ഓഫ് സൗത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈഡ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ലൈസ് ക്ലോഷർ കണ്ടെയ്ൻ ഓഫ് സൗത്ത് അമേരിക്ക, നോർത്ത് വെസ്റ്റ് വെനിസുല ആൻഡ് നോർത്ത് വെസ്റ്റ് ഓഫ് ഗുയാന. അതുപോലെ തന്നെ കരീബിയൻ കമ്മ്യൂണിറ്റിയിൽ ഇവരെന്താണ്? അംഗമാണ്. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? മൗണ്ടൈൻ ഏതാണ്? നോർത്ത് റേഞ്ച് എ കണ്ടിന്യൂഷൻ ഓഫ് കോസ്റ്റൽ റേഞ്ച് ഓഫ് ആൻഡസ് മൗണ്ടൻസ് ഇൻ വെനിസുല. ഹയസ്റ്റ് പോയിന്റ് ഏതാണ്? മൗണ്ട് ആർപ്പോ. ലേക്ക് ഏതാണ്? പിച്ച് ഇൻ ട്രിഡാൻഡ് ആണ്. വേൾഡ്സ് ലാർജസ്റ്റ് നാച്ചുറൽ റിസർവ് ഓഫ് അസ്ഹാൾട്ട് ആണ്. മേജർ റിവേഴ്സ് ഏതാ? ഓർത്തോ ആൻഡ് കറോഡിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ആഴ്ചത്തെ കറണ്ട് അഫയർ നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു.